കാരോട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോ. ഞാൻ അതിന്റെ വലിപ്പത്തിനും ബസ്സെത്ത് പറയാത്തതിന്റെ കാരണം തരുമോ? അതിന്റെ പള്ള നിറച്ചിട്ട് കാണിച്ചു തരാം. ഇനിയും അങ്ങേപ്പുറേക്കുള്ളത് പള്ള കിടക്കെ ആദ്യം ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതൊന്ന് നോക്കാം. എത്ര പല്ല പറയുന്നത്? 4 പല്ല്. പിന്നെ ഒന്നത് രണ്ടാമത് തോർത്തുണ്ട് കേൾക്കില്ലേ? എന്താ പറഞ്ഞ ഒരു അത് വിരിച്ചാനല്ല, അപ്പൊ പറയുന്നത് മനസ്സിലാക്കി. ആ മുണ്ട് അടിയിൽ വിരിച്ചിട്ട് ആ മുണ്ടുക്ക് കറക്കുക, എന്നിട്ട് തലയിലേറ്റ പെരീക്ക് തോളം ഒലിച്ചൂല. അതെന്താ പറയുക? ആ പാലിന്റെ കട്ടി. ഇവിടെ നിൽക്ക കാണിച്ച ഇവിടെ അല്ലല്ല കാണിച്ചു തരാം കാക്കോട്ടി കാണിച്ചു തരാം. അല്ല തെച്ചിട്ട് ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് പള്ളക്ക് വെച്ച് കൊടുത്തിട്ട് കുട്ടികളെ ഒരു പാത്രം കൊണ്ട് എടുത്താ എന്ന് പറയേണ്ട ഒരു കട്ടക്കാലം പേര് ഇതിമയാണ് കറത്ത് കൊടുക്കുമ്പോ. പക്ഷെ ഇന്നും നാളെ ആവൂല കേട്ടോ, ഒരാഴ്ച കഴിച്ചു. എന്നാ കൊണ്ടേക്കോ. 4 പല്ലല്ലോ പറഞ്ഞേക്കുന്നത്. എന്താ ചെയ്യേണ്ട മര്യാദക്ക് 30 ഉറുപ്പെന്ന് പള്ളാറിന് 45 ഉറുപ്പാണ്. യാതൊരു സംശയം. ഇത് അത്രക്ക് ജാതിയിൽ മുന്തിയ പഞ്ചാണ്. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ മരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു 5-6 മാസമായ കുട്ടിക്ക് ഏരാൾക്കുള്ള ഒരു കുളിക ഏരാൾക്കുള്ള കുളിക ഏതെങ്കിലും വാങ്ങാൻ പറ്റില്ല. അതിന്റെ സമയവും വയസ്സോട്ട് അത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ എത്ര അതിന് ക്വാളിറ്റി ഉള്ളത് തരുള്ളൂ. ഒരു വയക്കിൽ വെച്ചിട്ട് കൊടുക്കുക. ഒരു നുള്ളു തവിട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കുക. ഒരു മാസം കഴിഞ്ഞ് ഒരു മീനെണ്ണ കുപ്പി ആകാം 110 ഉറുപ്പ്യൻ്റെ കുപ്പി ആകാം. തുള്ളിച്ച് കൊടുക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ട് കൊടുക്കുക. 60 ദിവസം കൊണ്ടാക്കാം മുരുകുട്ടി 10,000 രൂപ. ഇത് ഈ തന്ത ഉണ്ടായതോടെ എങ്ങനത്തെ ഓരോ കുട്ടികൾ ഇവിടെ വരുന്നത് അല്ലെ കിട്ടൂലപ്പാ. ഇപ്പൊ കണ്ടില്ല അതിന്റെ തള്ളനെ പിടിച്ചിട്ടതാ. ഇജ്ജോടുന്നോള് ആ ഒരു മീൻപെട്ടിയിൽ വെള്ളത്തിൽ വിട്ടൊക്കെ അത് കുടിച്ചിട്ട് ഞാൻ മതിയറി. അതാണ് മുരുകുട്ടി. ആ കുട്ടികളെ കൊണ്ടേ വളർത്തിക്കോട്ടെ. ഞാൻ ഈ മോന്റെ പ്രായത്തിലേ 6 മാസം ആടുകളൊക്കെ പിടിച്ചൊരു ആടുകുട്ടിയുടെ ആളാ. 6 മാസം 12 ആട് നോക്കിയിട്ട് ഒരു ആടുകുട്ടി. അപ്പൊ ചില കുട്ടികൾക്ക് ഭയങ്കര പേറുണ്ടാവും. അപ്പൊ ഓന് കൊടുത്തളഞ്ഞ് ഞാൻ 10-500 രൂപ കുറഞ്ഞു. അല്ല അത് പോത്തലിന്റെ കാര്യമില്ല. അത് ഈ കാക്കാനെ തുടരണവൻ എന്നാലും വലിയ കാര്യപ്പെട്ട ആളാവുള്ളൂ. ഇത് വിറ്റ ഞാൻ ഒരു കാഴ്ച പോകും ചെയ്യും. അതാണ്. അല്ല നിങ്ങൾ ആരും സപ്പോർട്ട് വേണ്ട. നിങ്ങൾ ആ വറങ്കെട്ടുകളൊക്കെ മുന്നിൽ നീക്കിക്ക് പോയാൽ മതി. മരോനും വേണ്ട മരോളും വേണ്ട. വേണ്ട വേണ്ട പുതിയ ആ മൂരി കൊണ്ടൊന്ന് കഴിച്ചു കിട്ടാൻ പറ്റില്ലേ? ആ കാളക്കൊണ്ടൊന്ന് കഴിച്ചു കിട്ടാൻ പറ്റില്ലേ? ആ കാളക്കുണ്ടെ നിർത്താനാ ഞാൻ പറഞ്ഞല്ല. ഞാനിപ്പോ നിങ്ങൾ നികുതിയമ്മ കണക്കാക്കിയിട്ടല്ല. നിങ്ങളോട് പറഞ്ഞു ഞാൻ പഞ്ച് കണ്ടിനെ പറ്റി 10-18 രൂപേന്റെ പഞ്ച് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിന് ഒരു 10 ലിറ്ററിലേറെ പഞ്ച് 18 ലിറ്റർ കിട്ടും. അതല്ല നമ്മളിപ്പോ പാല് കച്ചവടത്തിന് വരുമ്പോ ചന്തയിൽ വരുന്ന പൈസ പാല് എത്ര ഉണ്ടാവും? ചന്തയിൽ വരാത്ത നാക്കാലി അള്ളാന്റെ ഭൂമിയിൽ ഒന്നുമില്ല. അത് ചന്തീന്ന് ഒരാൾക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇത് നാട്ടിത്താവുകയാണ്. അപ്പൊ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ചന്തയിൽ വരാത്ത അള്ളാന്റെ ഭൂമിയിൽ ഒരെണ്ണമില്ല. നമ്മളെ മലപ്പുറം ജില്ലയിൽ എത്ര എണ്ണം ഉണ്ടെങ്കിൽ പറയാനോ? അല്ല അതിന് അതിന് 18 രൂപയ്ക്ക് കിട്ടുമോ? 88 കിട്ടുമോ? അതിന് ലക്ഷങ്ങൾ കുറച്ച് കേക്ക് പിടിച്ച് വരണേ. ഇതിപ്പോ 12-നും 15 രൂപയല്ല പഞ്ച് വാങ്ങാൻ വരുന്നേ. നിങ്ങളെ ചെറിയ പൂക്കുണ്ടാവും 300 രൂപയ്ക്ക് ഇറച്ചില്ലേ? അപ്പൊ അതിന്റെ വില നിർത്തിയാണ്. നിങ്ങൾ ഈ പൈക്കൾ നമ്മളാണ്ട് കൊടുക്കുമ്പോൾ എത്ര നമ്മൾ ഇത് കൊണ്ട് വളർത്തിയാണ്ട് ഇത് 3/4 3 കായ് ഇങ്ങനെ ഇല്ലാതാകല്ലാതെ എത്ര ലാഭം കിട്ടാലേ. ഇപ്പൊ അങ്ങനല്ല. ഞാൻ ഇപ്പൊ ഓരോ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പിന്നെന്താ വെച്ചാൽ നമുക്ക് നിത്യം വളവട്ടൊക്കെ അയച്ചാലും ഓൻ ഇതാക്കും. ആയിക്കോളേ, അതാ നല്ലത്. അതല്ല നല്ലത്. അതിലൊക്കെ തിന്നു ഓൻ്റെ ഇത് വാങ്ങണ്ട, അത് കൊണ്ടേക്കോട്ടെ.
അവിടെ ഇപ്പുറത്ത് കടിക്കാം പറയട്ടെ. നിക്കണത് 50 കസാല, ഒരു 500 ആൾക്കുള്ള ബിരിയാണി പൊതി. അല്ല വെള്ളം വേണ്ട, ബിരിയാണി. അത് പറഞ്ഞപ്പോ ഇയാളെ ചാടി കെട്ടിട്ടില്ലേ ഇപ്പോഴല്ലേക്ക. അടുത്ത ആഴ്ച വേണ്ടുകണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കസാലി, ഒരു ബിരിയാണി പൊതി വരിക്ക് നിൽക്കുന്നിട്ട് ആൾക്കാർ നിറഞ്ഞു നിന്നിട്ട് പോരാ. കുഞ്ഞിക്കോയാക്കാർ അവിടെ ഇന്നത്തെ ഇയാള് ചോട് വർക്കാൻ നിൽക്കുന്നത് ഈ വർത്താനം പറയുമ്പോൾ. അല്ല എന്ത് വർത്താനം പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ തൊള്ളൊളിച്ചിക്കാട്ടി ഞാൻ പറഞ്ഞ വർത്താനം ചോട് കൊടുത്തു. ഇന്നത്തെ ഇയാൾക്ക് കാക്ക നിങ്ങളോടല്ല പറയണത്, ഞാൻ ഒരു പൊതുവെ വർത്താനം പറയണേ. ബിരിയാണി പൊതി അറിയിക്കുന്നത് ഇയാൾ ഒരൊറ്റ ചാട്ടം. സാപ്പിയോ? എവിടെ സാപ്പി? കക്കാടോ? കക്കാടോ? കക്കാട് ഇവിടെ ചെമ്മാട് കക്കാടോ? ആരാ എന്റെ പോകുന്ന? ഇയാളറിയോ? ഈ കാക്കാനെ അറിയോ? ഇയാളെവിടെയുള്ള ഇയാളെ ആള് നല്ല കുട്ടിയാ? ഇയാള് അനക്കോ അനക്കോ മണിക്കൂർ അയ്യാ നോട്ടം നോക്കലെടുത്തി. ഇനി ആ കണ്ണൊന്ന് മാറ്റി വെട്ടിച്ചാണി തമസാറില്ല. നിങ്ങളിപ്പോ ആ നോട്ട ആ പച്ചിന്റെ ഔട്ടക്ക് നോക്കാൻ 1.5 മണിക്കൂറായി ഞാൻ നോക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മാറ്റി ആ കണ്ണ എന്നെടുത്ത് മറ്റിമക്കെന്ന് വെച്ചാണ്. എന്ത് നോട്ടൊക്കെ നിങ്ങൾ നോക്കണത്? ഇതിന്റെ പേര് നിങ്ങൾക്ക് ഒറിജിനൽ പറഞ്ഞ ഒരു 5000 റുപ്യ തരാം. ഒറിജിനൽ എന്റെ ഒറിജിനൽ പേരാണ്. ഇതാ ഇന്ന കുട്ടിയാണ് ഇന്ന ജാതി എന്ന് പറയാ. 5000 റുപ്യ നിങ്ങൾക്ക് എടുത്ത് ജാതി പറയാൻ കഴിയും. അല്ലാതെ അത് പൈക്കുട്ടിയാണ്, കൊമ്പില്ലാത്ത കുട്ടി അറിയാൻ പറ്റില്ല. അതിന്റെ പേര് പറയും ഇന്ന ജാതിയാണ്. അറിയോ? അതിന്റെ പേരാണ് ഒറിജിനൽ സിനുന്തിരി കുട്ടി. സിനുന്തിരി സിനുന്തിരി. ചിച്ചാൻ നിക്കണ്ട. ചിച്ചണ്ട എന്തേലും പറഞ്ഞ ചിച്ചാൻ നിക്കണ്ട. ചിച്ചണ്ട. ഇത് ഞാൻ പൈസ കൊടുത്ത് ചെലവായിക്കാണ്ട് പഠിച്ചതാണ്. ആ ഇനി ഞാൻ പറയുന്ന ചിച്ച നിന്ന വർഗത്തിൽ ഒരു കുട്ടിനെ കൊണ്ട് അതിന്റെ പേര് പറയാൻ കജൂലടാ. നിങ്ങൾ പൂതിച്ച് നടക്കല്ല, നിങ്ങളെ കൊണ്ട് കജൂല. ഇത് എന്ത് ജാതി എന്ന് പറയാൻ കജൂല. ഒരു ബുക്കിന്റെ കേൾക്കണ്ട. ആ ബുക്കിൽ 4ാമത്തെ പേജിലുണ്ട് അതിന്റെ പേര് അവിടെ എഴുതിച്ചിട്ട്. അതിന് എനിക്ക് പറഞ്ഞത് തീരെ ഇതിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു. പിന്നെ ചോദിക്കാതെ സുനുന്തിരി അല്ല ഒരു ചേട പൈസന്റെ ആരെയും കൈ തരണ്ടോ? ഏയ് നല്ല പൈക്കളെ നല്ല ബൈക്കുകൾ വേണോ? പൈസ സൗദിത്തെ പൈസ, ഇവിടെ ഇന്ത്യന്റെ പൈസ? ആ ചങ്ങായി ഞാൻ കാണിച്ചു തരാം. ഞാൻ പജ്ജ് കൊണ്ടുപോയിക്കോ. ഫസ്റ്റിലെ പേരാണ്. ആ കൊടുത്തുകൊണ്ടിരണോ? ആകാക്ക് വേണോ? ഇത് കുടിച്ചതിന്റെ ഒരു വർത്തനം പറയണ്ട. അതിനെ പോയി പറയും. അയക്കൂല 5000 കൂട്ടിയൊന്നും നടക്കൂല. ഇത് ഇപ്പൊ ഈ ആഴ്ച വെക്കണില്ല. കാരണം എന്താ പറയുക, ഇതൊന്ന് ഈ മൂരാളും ആ 2 മൂരി ഈ ഒരു പജ്ജ് ഈ ആഴ്ച വെക്കുന്നില്ല. അടുത്ത ആഴ്ചയൊക്കെ ഇത് പജ്ജ് ആവുള്ളൂ.